എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് SEOയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് കീവേഡ്സ് ഉണ്ട്, കീവേഡ്സിനെ പറ്റി കുറച്ചുകൂടെ ഇൻഡെപ്തിൽ പഠിക്കാൻ പോവുകയാണ്. അതുകൂടാതെ തന്നെ മാനുവലി ഒരു വെബ്സൈറ്റിനെ എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യുക, അതുപോലെ തന്നെ മാനുവലി അവരുടെ സോഴ്സ് കോഡ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഇതൊന്നും പലർക്കും അറിയാറില്ല. യൂഷ്വലി ഒരു വെബ് ഡെവലപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. ഞാനൊരു വെബ് ഡെവലപ്പർ അല്ല, പക്ഷേ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ നമുക്ക് വേർഡ്പ്രസ് അല്ലാത്ത ഒരു വെബ്സൈറ്റിൽ ഒരു ടൂൾസിൻ്റെ സഹായമില്ലാതെ അവരുടെ H1 ടൈറ്റിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അവരുടെ മെറ്റാ ടൈറ്റിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അവരുടെ ഇൻറ്റേർണൽ ലിങ്കുകൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും, അവരുടെ ആങ്കർ ടെക്സ്റ്റുകൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും, ഇതൊന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിന് പേജ് സോഴ്സ് എടുത്തിട്ട് എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിന്ന് പഠിക്കും. അതുകൂടാതെ തന്നെ ലോങ് ടൈൽ കീവേഡ്സ്, ഷോർട്ട് ടൈൽ കീവേഡ്സ്, അതുപോലെ തന്നെ കോമൺ കീവേഡ്സ്, ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ് കോണ്ടന്റിൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. ഡിജിമാർക്ക് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് ഉപയോഗിച്ച് SEO ചെയ്യാനും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ ആലോചിക്കും നമ്മൾ എന്തിനാണ് ബ്ലൂഹോസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ബ്ലൂഹോസ്റ്റ് അല്ലാതെ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് വളരെ ഫാസ്റ്റാണ്. 24/7 സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എററൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു വെബ് ഡെവലപ്പറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ എമൗണ്ട് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കേണ്ടി വരും. അതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ലോക്കൽ സപ്പോർട്ട് വരെ കിട്ടുന്ന ഒരു കമ്പനിയാണ് ബ്ലൂഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ എപ്പോൾ വേണമെങ്കിലും ചാറ്റായിട്ടോ കോളായിട്ടോ നിങ്ങൾക്ക് സപ്പോർട്ടും കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ബ്ലൂഹോസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ഒരു ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ആൾക്ക് നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമും നല്ലൊരു സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ SEO ചെയ്യാനായിട്ടുള്ള അടിപൊളി ടൂളാണ് ബ്ലൂഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക, എങ്ങനെയാണ് ബ്ലൂഹോസ്റ്റിൻ്റെ ഫ്രീ SEO ടൂൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സസ് ആണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സീരീസ് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ചാനലിൽ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ന്യൂ ക്ലാസ്സസ് ലഭിക്കാൻ വേണ്ടി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. അതിനെ പറ്റുന്ന വിഷയം ഈ സീരീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആഡ് ചെയ്യാം. അതുകൂടാതെ ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാൻ പഠിക്കേണ്ട. നമ്മുടെ ടൈം വളരെ പ്രഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കീവേഡ്സ് ആണ്. ടൈപ്സ് ഓഫ് കീവേഡ്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നതെന്ന് ആദ്യം പറയാം. നമുക്ക് ആദ്യം ആ കീവേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് ടൈൽ കീവേഡ്സ്, ലോങ് ടൈൽ കീവേഡ്സ്, അതുപോലെ തന്നെ LSI കീവേഡ്സ്. ഈ ഷോർട്ട് ടൈൽ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വാക്കോ അല്ലെങ്കിൽ 2 വാക്കോ ഒക്കെ ഉള്ള കീവേഡുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ. ഇതൊരു ഡിജിറ്റലിനകത്ത് ഒരുപാട് പ്രോഡക്റ്റുകൾ. ഈ ഒരു കീവേഡ് ഡിജിറ്റൽ നടിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഡിജിറ്റലിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്ന പലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റലിനകത്ത് പലരും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിജിറ്റൽ വാച്ചസ് ഉണ്ടാവും, അങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടാവും ആളുകൾ. പിന്നെ എന്ത് സെർച്ച് ചെയ്യാം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇതിനകത്ത് ഡിജിറ്റൽ നിന്ന് ടൈപ്പ് ചെയ്യുന്ന ആളുകൾ ഗാഡ്ജറ്റ് വാങ്ങാൻ വരുന്നവരും ഡിജിറ്റലിൽ നിന്ന് ചിലപ്പോൾ ടൈപ്പ് ചെയ്യും, വാച്ചസ് വാങ്ങാൻ വരുന്നവരും ഡിജിറ്റലിൽ നിന്ന് ടൈപ്പ് ചെയ്യും, മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്നവരും ഡിജിറ്റലിൽ നിന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു കീവേഡിൽ നമ്മൾ എന്ത് ചെയ്യുക, അതായത് നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബാഡ് ഡിസിഷനാണ്. മനസ്സിലാക്കുക. വലിയ കമ്പനികൾ ഇപ്പോൾ ആമസോണൊക്കെ പോലെയുള്ള കമ്പനികളാണ്. അവർ ഈ ഒരു 3 സർവീസസും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ടാവില്ല, 3 സർവീസസും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിജിറ്റൽ എന്നുള്ള കീവേഡ് ഫോക്കസ് ചെയ്ത് ചെയ്യാം. കാരണം ഇതല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ടാണെങ്കിലും പോകും, എല്ലാ സർവീസസും അയാൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇതല്ലാതെ ഇനി ഷോർട്ട് ടൈൽ കീവേഡിൽ നമുക്ക് വേറൊരു സെക്ഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടൈൽ കീവേഡായിട്ട് പറയാൻ പറ്റുമോ? ശരിയാണ്. ഇത് ലോങ് ടൈൽ കീവേഡ് ആണോ ഷോർട്ട് ടൈൽ കീവേഡ് ആണോ? ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോങ് ടൈൽ കീവേഡ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്ന ആളുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിന് വരുന്ന ആളുകളായിരിക്കാം, അല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് വരുന്നതായിരിക്കാം.
കോഴ്സസിന് വരുന്നതായിരിക്കാം. ചിലപ്പം ഇവർ വരുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് സെർച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏജൻസി ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള വാക്കിലും നമ്മൾ കോഴ്സ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കീവേഡിലോ അല്ലെങ്കിൽ ഈ ഒരു കീവേഡിലോ റാങ്ക് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്ത് വരുന്നവരെ കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും ഷോർട്ട് ടെയിൽ കീവേഡിൻ്റെ സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു കീവേഡുകൾ വെച്ച് റാങ്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് എന്താണ്, ഒരു ഗുഡ് ഡിസിഷൻ അല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ലോങ് ടെയിൽ കീവേഡുകൾ ഏതാണെന്ന് നോക്കാം. ലോങ് ടെയിൽ കീവേഡുകളിൽ നമ്മളുടെ ഷോർട്ട് ടെയിൽ കീവേഡിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് വരുന്നു. ഈ കോഴ്സ് എന്നുള്ളത് ഇൻ ഇന്ത്യ ഉണ്ട്, ഇൻ കേരള ഉണ്ട്, ഇൻ കൊച്ചി ഉണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് പറയാം, നമുക്കിതിനെ ഒരു ലോങ് ടെയിൽ കീവേഡായിട്ട് പറയാം. ഇതിനെ കുറച്ചൊരു 3 to 5 വേർഡ്സ് ഒക്കെ, ബിറ്റ്വീൻ 3 to 5 വേർഡ്സ് ഒക്കെ വരുന്ന കീവേഡുകളെല്ലാം ലോങ് ടെയിൽ കീവേഡാണ്. ഇങ്ങനെ ലോങ് ടെയിൽ കീവേഡുകൾ നമുക്ക് എവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇതിന് മുന്നിലത്തെ ക്ലാസ്സിൽ നമ്മൾ ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ നമ്മൾ കണ്ടിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ കീവേഡ്സ് നമ്മൾ സെർച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഗൂഗിൾ കീവേഡ് പ്ലാനർ എങ്ങനെയാണെന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ ഇന്ത്യയും ഉണ്ട്, ഇൻ കേരളയും ഉണ്ട്. ഓക്കെ, ഇൻ കേരള വെച്ച് നമ്മൾ ഗെറ്റ് റിസൾട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മറ്റ് ലോങ് ടെയിൽ കീവേഡുകളിൽ ഒന്നാണ്, കൂടുതൽ സെർച്ചസ് ഉള്ള ഒരു ലോങ് ടെയിൽ കീവേഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻ കൊച്ചി, ഇതും ഒരു ലോങ് ടെയിൽ കീവേഡാണ്. എന്നാൽ കീവേഡ് തന്നെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ഇൻ കൊച്ചി, ഇതും ഒരു ലോങ് ടെയിൽ കീവേഡാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലോങ് ടെയിൽ ആണെങ്കിലും വരുന്ന ആളുകളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, കോഴ്സ്, ട്രെയിനിങ്, ക്ലാസ്. അതായത് അവർ പഠിക്കാൻ വരുന്നവരാണ്. അവരെവിടെ പഠിക്കാൻ വരുന്നവരാണ്, കൊച്ചിയിൽ പഠിക്കാൻ വരുന്നവരാണ്. അപ്പോൾ ഈ ഒരു ഇൻറ്റൻഷൻ കറക്റ്റാണ്. ഈ 3 കീവേഡുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവരൊരിക്കലും എന്തിനു വരുന്നവരായിരിക്കത്തില്ല, സർവീസ് ചോദിച്ചു വരുന്നവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദിച്ചു വരുന്നവരല്ല, ഇവർ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ആ ഒരു അസ്യൂമിങ്ങിൽ നമ്മൾ എത്തുന്നതും അതിൻ്റെ ഐഡിയാസ് നമുക്ക് കിട്ടുന്നതും എവിടെ നിന്നാണ്, ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനറിലാണ്. ഇനിയാണ് നമ്മളുടെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇനി ഈ കീവേഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ടാഗുകൾ എന്താണ്, H1 ടാഗുകൾ എന്താണെന്നൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കീവേഡ് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെ നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതിയിട്ടാൽ മതിയോ? അപ്പോൾ കീവേഡുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുക. റാങ്ക് മാത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി എന്നുള്ളത് ഇവർ ഏത് ടാഗിലാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കീവേഡുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, ഇത് ഏത് ടാഗിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാനുവൽ പ്രോസസ്സിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ കീവേഡുകളിൽ ഈ 2 കീവേഡുകൾ പറഞ്ഞത് കൂടാതെ LSI കീവേഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട്. ഓക്കെ, ഇതിന് ഫുൾ ഫോം നിങ്ങൾ നോക്കുക, ലാറ്റന്റ് സെമാൻറ്റിക് ഇൻഡെക്സ്, അല്ലെങ്കിൽ ലാറ്റന്റ് സെമാൻറ്റിക് കീവേഡ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അതായത് കീവേഡുകളുമായിട്ട്, അതായത് ഈ ഒരു കീവേഡുമായിട്ട് സാമ്യമുള്ള കീവേഡുകളും എവിടെ ഉണ്ടാവണം, നമ്മളുടെ കണ്ടന്റിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് SEOയിൽ പറയുന്നത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുമായി ബന്ധമുള്ള ഒരു കീവേഡ് നമ്മൾ എവിടെ ആഡ് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. ലേറ്റന്റ് സെമാൻറ്റിക് കീവേഡുകൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സബായിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സബായിട്ടുള്ള മറ്റൊരു കോഴ്സാണ് അല്ലേ. ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ ഉള്ള ഒരു മേഖല ആയതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു നോളജ് വെച്ച് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി അതല്ലാതെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് LSI ഗ്രാഫ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രീ ടൂൾസ് ആണ്. LSI ഗ്രാഫ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു സൈറ്റ് നമുക്ക് കിട്ടും. ഈ സൈറ്റിൽ പോയിട്ട് നമുക്ക്
LSI കീവേഡുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, LSI കീവേഡ്സ് എന്താണെന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബേക്കറി, വാട്ട് ഈസ് ബേക്കറി, ബേക്കറി നിയർ മീ, ബേക്കറി ഷോപ്പ്, ടൈപ്സ് ഓഫ് ബേക്കറി, ബേക്കറി ബിസിനസ് പ്ലാൻ, ബേക്കറി ഡെലിവറി, ഇതെല്ലാം LSI കീവേഡുകളാണ്. അപ്പോൾ LSI കീവേഡ്സ് എന്തിനാണ് SEOയിൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ വായിച്ചു നോക്കുക. ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഇനിയും നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. മേ ബി ചില ടൂൾസ് നമുക്ക് ഫ്രീ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ LSI കീവേഡ് ജനറേറ്റർ ടൂൾ. ഓക്കെ, LSI കീവേഡ്സ് ജനറേറ്റർ. ഇവിടെ ഞാനിപ്പം ഒരുപാട് ടൂൾസ് ഇങ്ങനെ അവൈലബിൾ ആണ്. ഫ്രീ പെയ്ഡ് ആക്കുമ്പോഴാണ് നമുക്ക് പല ടൂളുകളും ഇതൊക്കെ ഫ്രീ ആയിട്ട് നൽകുന്നത് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ സെക്ഷനുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന LSI കീവേഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാ നോക്കുക. ഇപ്പോൾ 1 വേർഡ്, 2 വേർഡ്സ്, 3 വേർഡ്സ് കണ്ടോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 വേർഡ്സ്. 1 വേർഡിൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. 1 വേർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 വേർഡ്സ് നമുക്ക് കിട്ടിയാൽ മതിയെങ്കിൽ ഉപയോഗിക്കുക. 3 വേർഡ്സ് ആണുള്ള LSI കീവേഡുകൾ വേണമെന്നുണ്ടെങ്കിൽ അതായത് കണ്ടില്ലേ, ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ LSI കീവേഡായിട്ട് ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് നമ്മളുടെ LSI കീവേഡായിട്ട് ഉപയോഗിക്കാം. ഗൂഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സെക്ഷൻ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ LSI കീവേഡുകളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ഒരു LSI കീവേഡുകളുടെ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഇതുപോലെ കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് LSI കീവേഡുകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് കണ്ടില്ലേ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഫിലിയേറ്റ് യൂഷ്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ സർവീസോ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ തന്നെ ഓൾറെഡി കുറേ LSI കീവേഡുകൾ വരും. അപ്പോൾ ഈ LSI കീവേഡുകളിൽ കുറച്ചുകൂടെ സെർച്ച് വോളിയം ഉള്ള LSI കീവേഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ ഉപയോഗിച്ചുമൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത്, നമ്മുടെ കണ്ടന്റിലേക്ക് പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. ഇതെല്ലാം നമ്മൾ റിസർച്ച് ചെയ്യണം. ഈ ഒരു കീവേഡുകളെ കുറിച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഒരു കീവേഡിന് റിലേറ്റഡ് ആയിട്ടുള്ള LSI കീവേഡുകളുടെ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു ജോലി ചെയ്യേണ്ടതും എല്ലാം ആരാണ്, റിസർച്ച് ചെയ്യേണ്ടതും ആഡ് ചെയ്യേണ്ടതും, ഇന്നടുത്ത് ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണോ വേണ്ടയോ, ഈ സെക്ഷനിൽ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമ്മളാണ് പ്ലാൻ ചെയ്യേണ്ടത്, SEO പഠിക്കുന്ന ആളുകൾ. ഇനിയത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കീവേഡുകൾ ആഡ് ചെയ്തിട്ടാൽ മാത്രം മതിയോ, ഇതിനെ ടാഗും കാര്യങ്ങളും മാനുവലി എങ്ങനെയാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ടൂളിൻ്റെ സഹായമില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റിനെ അതിൻ്റെ സോഴ്സ് കോഡിൽ പോയി നമ്മൾ ഈ കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊരു വെബ്സൈറ്റ് നിങ്ങൾ എടുത്തതിന് ശേഷവും നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് നിൽക്കിയതിന് ശേഷം നിങ്ങൾ വ്യൂ പേജ് സോഴ്സ് ക്ലിക്ക് ചെയ്യുക. വ്യൂ പേജ് സോഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ടാസ്ക് പോലെ നിങ്ങൾക്കൊരു ജോലി തരാം, നിങ്ങളത് ചെയ്തു നോക്കുക. ജോലി എന്താണെന്ന് വെച്ചാൽ, ഡിജിമാർക്ക് അക്കാഡമിയുടെ വെബ്സൈറ്റിൽ വരിക, എൻറോൾ നൗ എന്നുള്ള സെക്ഷനിൽ വരിക. അതിനുശേഷം ഡിജിമാർക്ക് അക്കാഡമിയുടെ H1 ടാഗുകൾ എന്താണെന്ന് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക. അതുപോലെ തന്നെ H2 ടാഗ് ഏതാണെന്നൊന്ന് റിസർച്ച് ചെയ്യുക സ്വന്തമായിട്ട് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൽ അതൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഒരു ലേണിംഗ് സ്കില്ല് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ഇതെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിലെത്തുക, ആ വെബ്സൈറ്റിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കുക, അതിനുശേഷം വ്യൂ പേജ് സോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വ്യൂ പേജ് സോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വെബ്സൈറ്റിൻ്റെ പേജ് സോഴ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഇതിലെവിടെയാണ് നമ്മളുടെ കീവേഡുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ H1 ടാഗുകൾ എവിടെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ Ctrl+F ടൈപ്പ് ചെയ്യുക. Ctrl+F ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്പണിംഗ് വരും. അവിടെ നമുക്ക് H1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് H1 ടാഗുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. H1 എന്ന് പറയുന്നത്, H1 ടാഗുകളെ പറ്റി വലുതായിട്ട് പഠിക്കേണ്ടതുണ്ട്. ടാഗ്സുകളെ പറ്റി അതിന് മുന്നിലുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ H1 ടാഗുമായിട്ട് കുറച്ച് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുണ്ടാവും. അപ്പം H1 ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ നോക്കുക, 6 സ്ഥലങ്ങളിൽ H1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു H1 ഇവിടെയാണ് കിടക്കുന്നത്, അത് കാറ്റഗറൈസിലാണ്. ഇനി ഇവിടെ നോക്കുക, H1 എന്ന് പറയുന്ന ഏരിയയിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു H1 ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്ന് നോക്കുക.
അപ്പോൾ മറ്റൊരു സൈറ്റുകൾ നിങ്ങൾക്ക് ഇതുപോലെ H1 ടൈറ്റിലുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. H1 ടൈറ്റ് ചെയ്തപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി അടുത്ത H1 ടൈറ്റിൽ ഇനി ഉണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ H1 എഴുതിയിരിക്കുന്നത് ഉണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും H1 ഉണ്ടോ, അത് ചിലപ്പോൾ കീവേഡുകൾ കിടക്കുന്നതായിരിക്കത്തില്ല. ഇനി വേറൊരു സെക്ഷനിലും H1 കിടപ്പുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഇനി എത്ര തവണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ടെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ളത് എത്ര തവണ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 22 തവണ നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്? ഒന്നുകൂടെ പറയുന്നു, നമ്മൾ വേറൊരു ടൂളിൻ്റെ സഹായമില്ലാതെ നമ്മൾ പേജ് സോഴ്സ് എടുത്ത് ഇവിടെ Ctrl+F ടൈപ്പ് ചെയ്തപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ നമുക്കൊരു ഫൈൻഡറാണത്. ആ ഫൈൻഡറിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഇതുപോലെ ഹൈലൈറ്റഡ് ആയിട്ട് വരും. ഹൈലൈറ്റഡ് ആയതിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതെവിടെയാണ് കിടക്കുന്നത്, ഇവരേത് ടാഗിലാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ഓപ്ഷനാണ്. ഇനി ഇത് കൂടാതെ വേറെ ഒരു ഓപ്ഷനും കൂടെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇത് മാത്രമായി നമുക്കൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് നെക്കിയതിന് ശേഷം ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇൻസ്പെക്ട് എന്ന് പറയുന്നത്, ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ ഏത് ടൈറ്റിലാണ് കിടക്കുന്നതെന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ ഏത് ടാഗിലാണ് കിടക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഇത് കണ്ടോ, ഇത് H2 എന്ന് പറയുന്ന ടാഗിലാണ് ഇത് കിടക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി. അപ്പോൾ ഒരു കോമ്പറ്റീറ്ററുടെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം അവരുടെ വെബ്സൈറ്റിലെ H1 ടൈറ്റിലും H2 ടൈറ്റിലുകളും ഒക്കെ എന്താണ്, H1 ടൈറ്റിലും H2 ടൈറ്റിലും എന്ത് കീവേഡുകളാണ് കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ ചെയ്യേണ്ട ജോലി നമ്മളുടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. നമ്മൾ മാനുവലി എങ്ങനെയാണ് H1 ടൈറ്റിൽ H2 ടൈറ്റിലൊക്കെ മനസ്സിലാക്കിയത്, എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഇൻസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കീവേഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യുക. ഡിജിമാർക്ക് അക്കാഡമിയുടെ വെബ്സൈറ്റിൽ വരിക, നിങ്ങൾക്കറിയാവുന്ന റിസർച്ചസ് ഒക്കെ കണ്ടെത്തി നമ്മളുടെ H1 ടൈറ്റിലോ അല്ലെങ്കിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനോ മെറ്റാ ടൈറ്റിലോ ഒക്കെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുക, ലോങ് ടൈൽ കീവേഡ്, ഷോർട്ട് ടൈൽ കീവേഡ്, LSI കീവേഡ്സ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഫ്രീ ക്ലാസ്സസ് കണ്ടിട്ട് വന്നതാണെന്ന് പ്രത്യേകം പറയുക. കാരണം നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണമെന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പം ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക് വഴി തന്നെ പോവുക. അതിൻ്റെ ഒരു കമ്മീഷൻ എനിക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഈ ഒരു ഫ്രീ ക്ലാസ്സസിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് മോർ വീഡിയോസ്. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.